ഷുഗർ മിക്സ് ചെയ്തിട്ടു. ഷുഗർ ഇട്ട് ഇതേ ഇനി നമുക്ക് നല്ല ചൂട് പാൽ ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഒരിക്കലും ബ്രൂ കോഫി ഇട്ട് തിളപ്പിക്കരുത് കേട്ടോ ഗൈസ്. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഗുണം പോകും. നമ്മൾ വെറുതെ ഇതിലേക്ക് തിളപ്പിച്ച് പാൽ ഒഴിച്ചിട്ട് ഇളക്കിയാൽ മതി. എല്ലാവർക്കും അറിയാമെന്നറിയാം, പക്ഷേ എൻ്റെ വക ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിലേക്ക് പാൽ മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല കുറുകുറുപ്പുള്ള പാൽ, വെള്ളമൊക്കെ ചേർക്കാത്ത നല്ല പാലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു മിനിറ്റ് പാലെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിക്കുകയാണ്. ദേഹണ്ട ചൂട് പോലെ പോലെ ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ ഇളക്കി 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 ഒന്നും കൂടി കുറച്ച് ഒഴിക്കുക. നല്ല സ്മെല്ല് വരുന്നില്ലേ? പരസ്യത്തിൽ പറയണ വളരെ ശരിയായ സ്മെല്ല് നല്ലോണം വരും ബ്രൂ കോഫിയുടെ. അങ്ങനെ ഞാൻ പതപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ചു. ഇനി ഞാനിത് പോയി ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കും. ഇപ്പം നല്ലോണം പതപ്പിച്ച് സൂപ്പറാക്കി വേണമെങ്കിൽ ഭംഗിക്ക് മുകളിൽ കുറച്ച് പൊടിയൊക്കെ ഇടാം കേട്ടോ. ഞാൻ വേസ്റ്റ് ആക്കണ്ടല്ലോ വേസ്റ്റ് എടുക്കാണ്ടിരുന്നതാണ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. ഇനി നമുക്കിതിന് 2-3 ബിസ്ക്കറ്റ് എടുക്കാം. ഞാൻ എടുക്കുന്നത് മൈദയൊന്നും യൂസ് ചെയ്യാത്ത ടൈപ്പ് ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ബിസ്ക്കറ്റ് എടുക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ബിസ്ക്കറ്റ് എടുക്കുകയാണ്. എങ്ങനെയാണ്? കോക്കനറ്റിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. അതിനകത്ത് അവർ പറയണമെന്ന് വെച്ചാൽ ഷുഗറും പിന്നെ മൈദയൊന്നും ചേർക്കണില്ല എന്നാണ് അതിൽ പരസ്യത്തിൽ കൊടുക്കണേ. പക്ഷേ എന്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടോ കോക്കനറ്റിൻ്റെ ഷേപ്പ് കണ്ടോ? ആ ബിസ്ക്കറ്റുമ്മേ തെങ്ങിൻ്റെ ഒക്കെ ഒരു പടം വന്നിട്ട്. അപ്പോൾ ബിസ്ക്കറ്റും ചായയും. ഓക്കെ ബൈ.